ആരാ? ആന്റണി ചേട്ടൻ. ഞാൻ വിളിക്കാം. ഓ, ആരാ? നമ്മൾ തമ്മിൽ അറിയില്ല. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. ഈ KLW 097 ചേട്ടൻ്റെ ലോറിയില്ലേ? ആയിരുന്നു. അതിനിപ്പോ ആ ലോറി ഇല്ലല്ലോ. അതറിയാം. ആ വണ്ടി ചേട്ടൻ്റെ ഉണ്ടായിരുന്നപ്പോൾ പറ്റിയൊരു അപകടത്തെ പറ്റിയാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾ പറഞ്ഞ ആ ലോറി പൊളിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് കൊല്ലായി. അല്ല, ആ വണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന പെടുന്ന ആക്സിഡന്റിനെ പറ്റി ഇപ്പം എന്തിനാ ചോദിക്കുന്നത്? ചേട്ടാ, ആ വണ്ടി ഉണ്ടാക്കിയ എല്ലാ അപകടങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയണ്ട. എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ വെച്ച് എവിടെയെങ്കിലും രാത്രി ആ വണ്ടി ഒരാളെ ഇടിച്ചിട്ടുണ്ടോ? നോക്കണം. ഇവിടെയൊന്നും കാണാനില്ല. തട്ടിയതാടാ, നീ കണ്ടില്ലേ? ഞാൻ കണ്ടതാ, എന്തോ തട്ടി. അവൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ. എന്നിട്ട് ആളെവിടെ? ഞാൻ അപ്പുറം നോക്കാം. 10-15 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോഴും വല്ലാത്തൊരു ഞെട്ടല. ഇപ്പൊ സാറ് പറയുന്നോട് കേട്ടപ്പോ എന്തോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അന്ന് യാത്രയിൽ മനസ്സിന് സുഖമില്ലാത്ത ഒരാൾ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? അയാളുടെ പേര് ഓർമ്മയുണ്ടോ? അമീർ. അയാൾ ഭ്രാന്തനാണോ ഭ്രാന്ത് അഭിനയിച്ചാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മാറ്റവും ഇല്ലാതെ ആ യാത്രയിൽ സംഭവിച്ചിട്ടുള്ളൂ. ആളെ തട്ടിയതടക്കം. അന്ന് ഈ വണ്ടി തട്ടിയ ആളുടെ മുഖം ചേട്ടന് ഓർമ്മയുണ്ടോ? ഇല്ല സാറേ, അതിന് മാത്രം സമയമൊന്നും ആ അപകടത്തിനുണ്ടായിരുന്നില്ല. പക്ഷെ തട്ടി, അതുറപ്പാ. സംഭവം നടന്നതിന് ശേഷം ഞാനും ക്ലീനർ ബാബുവും കൂടി അരമണിക്കൂറോളം അവിടെ ഇറങ്ങി തപ്പിയിട്ടും അങ്ങനെ ഒരാളെ ആ പരിസരത്ത് എങ്ങും കണ്ടില്ല. ആശാനെ, അവനെ ക്യാബിൽ കാണാനില്ല. ഈ അമീറിനെ പറ്റി ചേട്ടന് വേറെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അയാൾ വളരെ കുറച്ച് മാത്രമേ അന്ന് സംസാരിച്ചിട്ടുള്ളൂ. അന്ന് അയാളെ ഏതോ കൊച്ചു ത്രേസി ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ചാണ് ഓർമ്മ നഷ്ടപ്പെട്ടെന്ന കാര്യം പറഞ്ഞിരുന്നു. ശരി ഏട്ടാ. ഓ, താങ്ക് യു. വരട്ടെ. സാറേ, അയാൾ അടുത്തുണ്ടെങ്കിലേ അവിടെ ഒച്ചു വരാറുണ്ട്. ഒച്ചോ? അതെ സാറേ. ഓക്കെ. അയാളെ കണ്ടിട്ട് വരുന്ന വഴിയാണോ? അല്ല, ഞാൻ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. അയാളെ കണ്ടിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പ്രതീക്ഷിച്ചത് ഹൊറർ മൂഡാണ്. ഇതിപ്പോ ഹോളിവുഡ് പടം പോലെ ടൈം ട്രാവൽ ആക്കി കളഞ്ഞില്ലേ? ഹൊററായിരുന്നു, വല്ല മന്ത്രവാദിയും പോയി കാണായിരുന്നു. ഇതിപ്പോ എന്ത് ചെയ്യുന്ന കൺഫ്യൂഷൻ. ഞാൻ ആക്ച്വലി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു റെഫറൻസ് തരാനാണ്. ഒരു റിയൽ ലൈഫ് സംഭവം. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം SMH ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഉണ്ടായൊരു സംഭവമാണ്. അവിടുത്തെ സീനിയർ സർജൻ മധു ഡോക്ടർ ഒരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടന്ന കാര്യം. എന്തായിരുന്നു കേസ്? കോളിസിസ്റ്റക്ടമി ആയിരുന്നു കേസ്. പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു 24-25 ഇയേഴ്സ് പ്രായമുള്ള പെൺകുട്ടിയും. സർജറിക്ക് മുമ്പുള്ള പ്രീ എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞ് ആള് പെർഫെക്റ്റ് ഫിറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ജിയെ കൊടുത്ത് ബെഡിൽ കിടത്തി. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ECGയിലെ ഡ്രമാറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസ് കണ്ടു. എല്ലാവരും പാനിക്കായിപ്പോയി. പിന്നെ കുറെ നേരത്തെ എഫേർട്സിന് ശേഷം ആള് സ്റ്റേബിളായി. എന്നിട്ട് സർജറി ഞങ്ങൾ അബോർട്ട് ചെയ്തു. റിക്കവറി ഏരിയയിൽ വെച്ച് കോൺഷ്യസ് ആയ ഈ പെൺകുട്ടി പറഞ്ഞതാണ് ഹൈലൈറ്റ്. അൺകോൺഷ്യസ് ആയ ആ മൊമെന്റിൽ തന്നെ ഈ പെൺകുട്ടി ബൈക്ക് അപകടത്തിൽ 1 വർഷം മുമ്പ് മരിച്ചുപോയ അവരുടെ ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിച്ചു. ആ സംസാരത്തിൽ അവരോട് ഇതുവരെ പറയാത്തൊരു കാര്യം ഈ ബോയ് ഫ്രണ്ട് പറഞ്ഞു എന്നാണ് ഈ കുട്ടി പറയുന്നത്. പിന്നീട് ഇത് അന്വേഷിച്ചപ്പോൾ ഈ നടന്ന കാര്യം സത്യമാണെന്നുള്ളതിൻ്റെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. എന്നിട്ട് സർജറി റീഷെഡ്യൂൾ ചെയ്തോ? സർജറിക്ക് പേഷ്യൻ്റ് റെഡിയായിരുന്നു, ചെയ്യാൻ മധു സാറും. പക്ഷെ അനസ്തേഷ്യ ടീം സമ്മതിച്ചില്ല. പിന്നെ അവര് വേറെ എവിടെ പോയി ചെയ്തു എന്നാണ് കേട്ടത്. ഈ സംഭവം നമ്മുടെ ENTയിലെ വിനയകുമാർ സാർ ഒരു ആർട്ടിക്കിളായിട്ട് എഴുതി പബ്ലിഷ് ചെയ്തു. ഈ ആർട്ടിക്കിൾ വായിച്ചിട്ട് ഒരാൾ മധു സാറിൻ്റെയും അന്നത്തെ അനസ്തേഷ്യ ടീമിൻ്റെ അപ്പോയിൻമെൻറ്റ് വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളൊരു നോൺ മെഡിക്കൽ പേഴ്സൺ ആയതുകൊണ്ട് മധു സാർ ആദ്യം ഒന്നും അത്ര എൻ്റർടൈൻ ചെയ്തില്ല. പിന്നീട് ഒരിക്കൽ IMA ഹാളിലൊരു ഫംഗ്ഷന് പോയപ്പം
ഈ കക്ഷി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നതല്ലേന്നോർത്തൊരു ഹാഫ് മൈൻഡിൽ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. സംസാരിച്ച് തുടങ്ങിയിട്ട് പിന്നെ ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾക്ക് അയാളെ പറ്റിയിട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ മാറി. ആൾ ഇന്റലക്ച്വലാ. ഇപ്പോഴും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. എന്താണ് അയാളുടെ ഐഡന്റിറ്റി? ആളൊരു ആംഗ്ലോ ഇന്ത്യനാ. ജോൺ മാസ്റ്റർ എന്നാണ് പേര്. എനിക്കെന്തോ ഡോക്ടർ അയാളെ ചെന്ന് കണ്ട ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻസ് ഒക്കെ തീരും തോന്നുന്നു. ആളൊരു മന്ത്രവാദിയോ സൈക്കോളജിസ്റ്റോ ഒന്നും അല്ല കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളുടെ ഒരു വലിയ ഡാറ്റാബേസ് ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. ഐ തിങ്ക് ഹി ക്യാൻ റിലേറ്റ് ഇറ്റ് സംവെയർ. നിങ്ങൾ ഇത്ര കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആ കൺസൾട്ടേഷൻ ഇവിടെ ചെയ്തേക്കാം. ഓ, എന്തായാലും കാര്യങ്ങളൊന്ന് ക്ലിയർ ആവുന്നവരെ ഞാനിതാരോടും ഡിസ്കസ് ചെയ്യുന്നില്ല. നോട്ട് ഈവൻ ടു ഷബ്നം. ഞാൻ എന്തായാലും നാളെ ജോൺ മാർഷൽ എന്ന് വിളിച്ച് ബ്രീഫ് ചെയ്ത് വെച്ചേക്കാം. ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്തെന്ന് കണ്ടോ? ഓക്കെ. ഞാൻ 2 കൂടെ അടിച്ചിട്ട് വന്നോളാം. കഴിക്കുന്നില്ലല്ലോ? ഇല്ല, ഡ്രൈവ് വേണം. വേണ്ട. ഓക്കെ, ബൈ. താങ്ക് യു.